My dear students, so welcome back once again to Basil's Physics Classroom. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് we are going to solve 2019 KEAM പേപ്പർ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം 72 ചോദ്യങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ യു കനോട്ട് ഫിനിഷ് ഇറ്റ് ഓഫ് ഇൻ എ സിംഗിൾ വീഡിയോ. അപ്പോൾ ഒരു 4 വീഡിയോസ് ആയിട്ടായിരിക്കും ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ലേൺ ഓൾ ദീസ് കൺസെപ്റ്റ്സ് ക്ലിയർലി. ഞാൻ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് ഉറപ്പാക്കണം. ഓക്കെ, ഞാൻ പറയുന്നു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആവില്ല, പക്ഷെ കൺസെപ്റ്റ്സ് റിപ്പീറ്റഡ് ആകാം. കാരണം ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കൺസെപ്റ്റ്സിൽ കൂടുതൽ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ കൺസെപ്ച്വൽ റിപ്പീറ്റേഷൻ ക്യാൻ ഹാപ്പൻ. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ലേൺ, യു ഗോ ത്രൂ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. കേട്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ is on the screen right now for you. Two masses connected in series with two massless strings are hanging from a support as shown in the figure. Find the tension in the upper string. ഇപ്പൊ 2 masses ആണ് നമുക്കുള്ളത്. മാസ് m1 ഉണ്ട്, മാസ് m2 ഉണ്ട്, അല്ലെ? അപ്പൊ കണ്ടുപിടിക്കേണ്ടത് we have to find out what is the tension in the upper string. അപ്പൊ ഇവിടെയുള്ള ടെൻഷൻ കണ്ടുപിടിക്കണം, റൈറ്റ്? അപ്പൊ ഇവിടെയുള്ള ടെൻഷൻ കണ്ടുപിടിക്കാൻ ആക്ച്വലി അത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Now generally ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഇവന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, ഇവന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ബട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഡൂയിങ് ഓൾ ദോസ് തിങ്സ്. ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 ബ്ലോക്സിനെയും ഒരൊറ്റ ബ്ലോക്ക് ആക്കി നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഒരൊറ്റ ബ്ലോക്ക് ആക്കി ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ we can take it as a single block of mass m1 plus m2. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ബ്ലോക്സിനെയും ഒരൊറ്റ ബ്ലോക്ക് ആക്കി ട്രീറ്റ് ചെയ്യാം ഓഫ് മാസ് m1 plus m2. ഓക്കെ, ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നൊന്നുമില്ല. സോ താഴത്തേക്ക് ഒരു m1 plus m2 into g ഉണ്ടാകും. മുകളിലേക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും. വേറെ ഫോഴ്സസ് ഒന്നും അവിടെ ഇല്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ട്ലി പറയാം ടെൻഷൻ വിൽ ബി ഈക്വൽ ടു വാട്ട്? m1 plus m2 into g. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ റിമെമ്പർ ദാറ്റ് ഇത് 2 ബ്ലോക്ക് ആക്കി എടുക്കാതെ എന്ത് ചെയ്യണം? ഒരൊറ്റ സിംഗിൾ ബ്ലോക്ക് ആക്കി വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈസിലി ഇവിടുത്തെ ടെൻഷൻ കിട്ടും. സപ്പോസ് നിങ്ങളോട് ഇവിടുത്തെ ടെൻഷൻ ആണ് ചോദിച്ചതെങ്കിലോ, ടി ഡാഷ് ആണ് ചോദിച്ചതെങ്കിലോ, എപ്പോഴും ഓർക്കേണ്ടത് ടെൻഷൻ, ഒരു പോയിന്റിലെ ടെൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മാസസ് ഹങ് ബിലോ ഇറ്റ്. ഇവിടുത്തെ ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റ് താഴത്തേക്ക് ഹാങ് ചെയ്യുന്ന മാസസിലാണ്. ഇവിടുത്തെ ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഹാങ് ചെയ്യുന്ന മാസിലാണ്. അത് നമ്മുടെ m2 ആണ്. അപ്പൊ നമുക്ക് എഴുതാം ടി ഡാഷ് ഇസ് ഈക്വൽ ടു m2g. ഓക്കെ, അപ്പൊ ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പുള്ളി സിസ്റ്റം ഒക്കെ ഉണ്ട്, മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടീഷൻ മാറും കേട്ടോ. അപ്പൊ ഇത് റെസ്റ്റിലാണ് ഇരിക്കുന്നത്, ഈക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത്, നോ പ്രോബ്ലം. വി കൻ ഡയറക്ട്ലി ഗെറ്റ് ദി ആൻസർ ആസ് t is equal to m1 plus m2 into g. Clear? All right, so now let's move on to the next question. A block of mass 20 kilogram is suspended through 2 spring balances with negligible mass as shown in the figure. What will be the readings in the upper and lower balance respectively? What will be the readings in the upper and lower springs respectively? Okay, again 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ ഞാനത് സ്പ്രിംഗ് വെച്ച് ആണ്, ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ 2 തമ്മില്. അപ്പൊ അവർ പറയുന്നത് അപ്പർ സ്പ്രിംഗിലെ റീഡിങ്ങും ലോവർ സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ്ങും. Now ബോട്ടത്തിൽ ഹാങ് ചെയ്യുന്നത് ഒരു 20 കിലോഗ്രാം ആണ് നമുക്കറിയാം. ഈ 20 കിലോഗ്രാം ഇവിടെ ഹാങ് ചെയ്യുമ്പോൾ we are supposed to find out what is the reading of the spring K1, the first spring and the second spring. ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ 2 സ്പ്രിങ്സിനും എന്തില്ല? ഈ 2 സ്പ്രിങ്സിനും മാസ് ഇല്ല. which means ഈ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഇവന്റെ വെയിറ്റാ. ഈ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഇവരെ 2 പേരുടെയും വെയിറ്റ് ആയേനെ. പക്ഷേ ഈ സ്പ്രിംഗ് ബാലൻസിൽ എന്തില്ല? മാസ് ഇല്ല. which means ഈ 2 പേരും കാണിക്കാൻ പോകുന്നത് ഒരേ ഒരു വെയിറ്റ് ആണ്, and that is the 20 kilogram. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവനൊരു മാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ കാണിക്കാൻ പോകുന്നത് എന്തായിരുന്നു? the total mass of this and this together ആയിരിക്കും കാണിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ബിക്കോസ് ആർക്കേ മാസ് ഉള്ളൂ? ഇവന് മാത്രമേ മാസ് ഉള്ളൂ. ഇവർക്ക് 2 പേർക്കും മാസ് ഇല്ല, മാസ്ലെസ് ആണ്. which means the answer ഏത് വരും? ഓപ്ഷൻ പറഞ്ഞേ.
But two springs in reading same item, so the option will be 20 kg for this and again 20 kg for this, and the option is option E. Okay, I hope that is clear, right? Well, also motion and questions are okay. Any other ചോദ്യം on the screen? A vehicle moving at 36 km per hour can be stopped by applying brakes in the next 5 meter. If the vehicle weighs 2000 kilogram, determine the average force that must be applied on it. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ഫോഴ്സ് ആണ്, അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവറേജ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ തന്നിട്ടുള്ള ഡേറ്റ നമുക്ക് നോക്കാം. അപ്പൊ ആവറേജ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ റിലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ എന്താണ്? ഇമ്പൾസിന്റെ കണ്ടീഷൻ യൂസ് ചെയ്യാം. F delta T is equal to mv minus mu. ഫൈനലി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താ? 0. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ സിമ്പിൾ ആയിട്ട് മാഗ്നിറ്റ്യൂഡ് വൈസ് F delta T is equal to mu. പക്ഷെ ഈ ആവറേജ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡെൽറ്റ ടി വേണം. എന്ത് വേണം? ടൈം വേണം. എത്ര സമയം കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ സമയം കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യാം. മൂന്നെണ്ണമില്ല, ഏതൊക്കെയാ? V is equal to u plus at, S is equal to ut plus half at square, പിന്നെ ഏതാ? V square minus u square is equal to 2as. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്താലേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ വാട്ട് വി ആർ ഗോണ ഡു ഇസ് നമുക്ക് V is equal to u plus at യൂസ് ചെയ്യാം. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്ക് അറിയാം, കുഴപ്പമില്ല. അതിൽ ഇനീഷ്യൽ വെലോസിറ്റി 36 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എങ്ങനെ? ഇൻറ്റു 5/18 ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 10 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ, അപ്പൊ V അറിയാം, U അറിയാം, പക്ഷെ A അറിയില്ല. നമുക്ക് ഡിസ്റ്റൻസ് അറിയാം, ഇത് സ്റ്റോപ്ഡ് ഇൻ 5 മീറ്റർ എന്നവർ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? We can make use of the equation V square minus U square is equal to 2as. ഇത് യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? ഇത് യൂസ് ചെയ്ത് ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 മൈനസ് ഇനീഷ്യൽ 10 സ്ക്വയർ വരും. 2 into A into 5, that will be A is equal to minus 10. Okay, അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ V എന്ന് പറയുന്നത് 0 equal to 10 minus 10t, or t is equal to 1 second എന്ന് കിട്ടും. അപ്പൊ ടൈം കിട്ടി, 1 സെക്കൻഡ് ആണ്. ഇവിടെ കൊണ്ട് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ F average will be equal to T1 ആണ്. Mass is what? Mass is given as 2000. 2 into 10 raised to 3 into 10, and that is equal to, what is the final answer from the option? എത്ര വരും? Yes, 2 into 10 raised to 4 Newton. അപ്പൊ ആവറേജ് ഫോഴ്സ് എത്ര വരുന്നേ? 2 into 10 raised to 4 Newton. ക്ലിയർ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഇമ്പൾസിന്റെ കേസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത് അല്ലെ. അപ്പൊ ഇമ്പൾസ് എങ്ങനെയാണ് എന്ന് ഓർത്തിരിക്കണം. ഇമ്പൾസസ് ഇസ് എ ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഇസ് വാട്ട്? The change in linear momentum ആണ് ഇമ്പൾസ്. ആംഗുലാർ ഇമ്പൾസും പറയാം, ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം എന്ന്. which is equal to torque into delta t, ഇവിടെ ഫോഴ്സ് into delta t. അപ്പൊ ഇമ്പൾസ് രണ്ട് ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആണ്. മേക്ക് ഷുവർ യു റിമെമ്പർ ദാറ്റ് കൺസെപ്റ്റ്. ക്ലിയർ? സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. and the next question is on the screen for you. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. An object having a velocity 5 meter per second is accelerated at the rate 2 meter per second square for 6 seconds. Find the distance traveled during the period of acceleration. Accelerate ചെയ്ത സമയത്ത് ഇവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തൊക്കെയുണ്ടെന്ന് എഴുതി വെക്കാം. വെലോസിറ്റി 5 meter per second, acceleration 2 meter per second square, the time 6 seconds അല്ലെ. അപ്പൊ 6 സെക്കൻഡ് ആണ് ഇവൻ ആക്സിലറേറ്റ് ചെയ്തത്. 6 സെക്കൻഡിൽ ഇവൻ ട്രാവൽ ചെയ്ത ടൈം ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഏത് യൂസ് ചെയ്യും? U അറിയാം, A അറിയാം, T അറിയാം. ഏത് യൂസ് ചെയ്യും? S is equal to ut plus half at square plus half a t square. So S is equal to 5 into 6 plus half into a2 ആണ് t square. അപ്പൊ 36 വരും. 2 cancel ആയി. 30 plus 36 66, and the answer is option D. Clear?
ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമ്മളിപ്പോ കവർ ചെയ്ത രണ്ട് കൺസെപ്റ്റ്സ്, രണ്ട് ചാപ്റ്റേഴ്സിലെ കൺസെപ്റ്റ്സ് നമ്മളിപ്പോ കവർ ചെയ്തു. ലോസ് ഓഫ് മോഷനിലെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ, അതുപോലെ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്തുള്ള കൺസെപ്റ്റ് ക്ലിയർ ചെയ്തു, അതുപോലെ ഇമ്പൾസിന്റെ കൺസെപ്റ്റും അവിടെ വന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദേർ ഓൺ ദി സ്ക്രീൻ. An electron placed in an electric field experiences a force F of 1 Newton. അപ്പൊ ഇലക്ട്രോൺ എവിടെ വെക്കുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് വെക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാം. It experiences a force of 1 Newton. Fine. What are the magnitude and direction of the electric field at the point where the electron is located? അപ്പൊ ഇലക്ട്രോൺ ലൊക്കേറ്റഡ് ആയിട്ടുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഡയറക്ഷൻ ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ്. എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ആണ്, സംശയമില്ലല്ലോ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആണ്, അപ്പൊ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, ഓർ ഇ ഇസ് ഈക്വൽ ടു എഫ് 1 ന്യൂട്ടൺ ആണ്, 1 ബൈ ഇ ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എത്രയാ? 1 ബൈ ഇ. ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 4 ഓപ്ഷൻസ് 1 ബൈ ഇ തന്നെയാണ്. അപ്പൊ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോൺ കൊണ്ടുവച്ചെന്ന് വിചാരിച്ചു. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡിങ് ഇൻ എ നെഗറ്റീവ് ചാർജ് ആണ്. വിച്ച് മീൻസ് ഈ ഇലക്ട്രോൺ എങ്ങോട്ടാണ് അട്രാക്റ്റഡ് ആവുന്നത്? നമുക്കറിയാം അൺലൈക്ക് ചാർജസ് അട്രാക്ട് അല്ലെ. അപ്പൊ ഈ ഇലക്ട്രോൺ എങ്ങോട്ട് അട്രാക്റ്റഡ് ആവും? ഇലക്ട്രോൺ വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് പോസിറ്റീവ് ചാർജ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് പോസിറ്റീവ് ചാർജ്, which means the electron is experiencing a force in the opposite direction, in a direction opposite to that of the electric field അല്ലെ. അപ്പൊ ഇനി ഓപ്ഷൻ നോക്കിക്കേ, ഏത് വരും നോക്കിക്കേ. ഏതാ ഓപ്ഷൻ? ആൻസർ ഇസ് ഓപ്ഷൻ ബി, 1 by E Newton per coulomb. F and E are against each other. Clear? But that is that. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തത് ലൈക്ക് ആൻഡ് അൺലൈക്ക് ചാർജസിന്റെ കൺസെപ്റ്റ് ഓർക്കണം. Quantization is very important concept you have to remember. Q is equal to Ne. ഇത് അവിടെ ഓർത്ത് വെക്കുക കേട്ടോ. The total charge on a body is equal to Ne. N is an integer, E is the charge of an electron. Okay, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. അപ്പൊ F is equal to QE ഓർത്ത് വെക്കുക, Q is equal to Ne ഓർത്ത് വെക്കുക, and about the direction of the electric field lines also. Okay, so let's move on to the next one. The distance between two charges Q1 plus 2 microcoulomb and Q2 plus 8 microcoulomb is 15 centimeter. Calculate the distance from Q1 to the points on the line segment joining the two charges where the electric field is 0. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? I have actually taught you this. ഓർമ്മയുണ്ടോ എവിടെയെങ്കിലും? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഞാനിട്ട വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, ബ്രീഫ് ക്വിക്ക് റിവിഷന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, this will be very easy for you because I have taught you a shortcut equation for that. എന്തായിരുന്നു ഇക്വേഷൻ? കണ്ടിട്ടുള്ളവർ പറഞ്ഞേ, കാണാത്തവർ പോയി കാണുക കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കണ്ടിട്ടുള്ളവർ പറഞ്ഞേ, what was the shortcut equation? പറ. x1 is equal to x divided by root q2 by q1 plus 1. x എന്ന് പറഞ്ഞ ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് x എന്ന് പറയുന്നത്. അപ്പൊ ഇത് q1, ഇത് നമ്മുടെ q2. ഓക്കെ, സ്മോളർ ചാർജ് q1 എന്ന് ഞാൻ പറഞ്ഞത്. സോ x എന്ന് പറയുമ്പോ what is that? 15 divided by root q2 by q1. ഒരെണ്ണം 8, ഒരെണ്ണം 2. That will be 8 by 2, 4 plus 1. Root 4 plus 1. Root 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 plus 1 3 ആണ്. 15 by 3 is what? 5. So 5 centimeter is the answer. Clear? So what is the answer? 5 centimeter. And that is option E. Clear? സംശയമില്ലല്ലോ. അടുത്ത question. 4 point charges with equal magnitude of charge of 5 coulomb but with different signs, okay, are placed at 4 corners of a square of side 10 meter. Assuming that the square is centered at the origin and the configuration of the charges are as given in the figure, the potential and the magnitude of electric field at the origin respectively are. അപ്പോൾ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലെ. കെന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 1/4πε0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത്? ഒറിജിനിലുള്ള
പൊട്ടൻഷ്യലും ഫീൽഡും. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് അല്ലെ, ഒറിജിൻ. അപ്പൊ ഒരു കാര്യം നമുക്കറിയാം, ഒരു സ്ക്വയറിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, വിച്ച് മീൻസ് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും സെയിം ആയിരിക്കും. ഓൾ ദ ഡിസ്റ്റൻസസ് വിൽ ബി സെയിം. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്നത് +5 കുളുംബാണ്, ഇവിടെ -5 കുളുംബാണ്, ഇവിടെയും -5 കുളുംബാണ്, ഇവിടെയും +5 കുളുംബാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ത് വരും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പൊട്ടൻഷ്യൽ സ്കേലാർ ആണോ വെക്ടർ ആണോ? പൊട്ടൻഷ്യൽ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വിച്ച് മീൻസ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? KQ/R അല്ലെ. അപ്പൊ KQ/R. അപ്പൊ ഇതിന്റെ എഫക്റ്റും ക്യാൻസൽ ആയി, ഇവന്റെ എഫക്റ്റും ക്യാൻസൽ ആയി. വൈ? ഇത് പ്ലസ് ഇത് മൈനസ്. കെയിലും ആറിലും ഡിഫറൻസ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും, ദിസ് ഇസ് ഈക്വൽ ടു K/R കോമൺ എടുത്തു ഞാൻ, +5 -5 +5 -5, that will be equal to 0. അപ്പൊ പൊട്ടൻഷ്യൽ 0 ആണ് അവിടെ. ഓക്കെ, പൊട്ടൻഷ്യൽ 0 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 3 ഓപ്ഷൻസ് ഉണ്ട് പൊട്ടൻഷ്യൽ 0 വരുന്നത് അല്ലെ. അപ്പൊ 2 ഓപ്ഷൻസ് കളയാം. ഓക്കെ, ഫൈൻ. അപ്പൊ ബാക്കിയുള്ള 3 ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഏതായിരിക്കും ആൻസർ നമുക്ക് നോക്കിയാലോ. അപ്പോ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ ഇവിടെ -5 കുളുംബ് ഇരിക്കുന്നു, ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചെന്ന് പറഞ്ഞോളൂ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഈ -5 ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും അല്ലെ. അവൻ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും ആണല്ലോ. അപ്പൊ ഇവൻ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതുപോലെ ഈ +5 എന്ത് ചെയ്യും? +5 ഇവനെ റിപ്പൽ ചെയ്യും. എങ്ങോട്ട്? ഇങ്ങോട്ട്. സംശയമുണ്ടോ? ഓക്കെ, അപ്പൊ ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഇവനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഡയറക്ഷൻ സെയിം അല്ലേ? സോ വാട്ട് ഈസ് ദ നെറ്റ്? നെറ്റ് എന്ത് വരും? ഇത് രണ്ടുപേരും ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, E1 + E2 വരും. ഇത് E1 ആയിട്ട് ഇവൻ കോസ് ചെയ്യുന്ന E1, ഇവൻ കോസ് ചെയ്യുന്ന E2 ആയിട്ട് എടുത്താൽ E1 + E2 വരും. അതായത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഈ ഡിസ്റ്റൻസ് നമുക്ക് 6 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ 6 എന്ന് എടുക്കുമ്പോൾ E1 + E2 എന്ത് വരും പറ? വാട്ട് വിൽ ബി E1/E2? E1 + E2, that will be 2E. വാല്യൂ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ 2E വരും, റൈറ്റ്? Which means you can write 2 into KQ/R². അതുപോലെ ഇവന്റെ ഈ +5 ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഈ -1 അട്രാക്ട് ചെയ്യും. which means ഇങ്ങോട്ട് ഒരു നെറ്റ് ഫോഴ്സ്, ഇങ്ങോട്ട് ഒരു നെറ്റ് ഫോഴ്സ്, റിസൾട്ടന്റ് ഇങ്ങോട്ട്. Right? We know that electric field vector quantity ആണ്. So how do you find the resultant? We can find the resultant. അപ്പൊ ഇത് E1 + E2 ആണെങ്കിൽ മറ്റേത് E3 + E4 ആണ്. Which means that is again 2 KQ/R² ആണ് again വരുന്നത് അല്ലെ. അപ്പൊ റിസൾട്ടന്റ് എന്ത് വരും? E is equal to root of ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ. ഇതിന്റെ റിസൾട്ടന്റ് E' ആണെങ്കിൽ, ഇതിന്റെ റിസൾട്ടന്റ് E1 ആണെങ്കിൽ, sorry, E" ആണെങ്കിൽ we can write E'² plus E"² and that will be equal to എന്ത് വരും? 2KQ/R². അല്ലെ, എല്ലാ ടേമും സെയിം അല്ലേ, വ്യത്യാസമൊന്നുമില്ലല്ലോ. എവറിത്തിങ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. അപ്പൊ ബ്രാക്കറ്റിൽ വരുന്നത് 2KQ/R². ബ്രാക്കറ്റിൽ എന്താ വരാൻ പോകുന്നത്? ഒരു √2 വരും. ഫൈൻ, √2 വരും. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സ്ക്വയറിന്റെ സൈഡ് അറിയാം, എത്രയാ? 10 മീറ്റർ ആണ് സ്ക്വയറിന്റെ സൈഡ്. ചാർജ് അറിയാം 5 ആണ് അല്ലെ. അപ്പൊ സ്ക്വയറിന്റെ സൈഡ് 10 മീറ്റർ ആണെങ്കിൽ ഈ R എത്ര വരും നോക്കിയാലോ. ഇത് 10 മീറ്റർ, റൈറ്റ്? ഇതും 10 മീറ്റർ, റൈറ്റ്? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എത്ര വരും? √10² + 10², that will be equal to what? √100, √200 വരും. That is equal to 10 √2. അതിന്റെ പകുതി എന്ന് പറയുന്നത് 5 √2. അപ്പൊ ഈ ഡിസ്റ്റൻസ്, ഈ R എന്ന് പറയുന്നത് 5 √2 ആണ്, റൈറ്റ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ E is equal to 2KQ എന്ന് പറഞ്ഞാൽ 5/R², that will be 25 into 2 √2, right? 2 cancel ആയി, for 5 പോയി. That will be equal to √2K/5. What is the answer? √2K/5. So option ഏതാണെന്ന് നോക്കിയേ. Option B is the final answer. Clear ആണോ concept? Okay, final answer is √2/5K.
അപ്പൊ നമുക്കിവിടെ പൊട്ടൻഷ്യൽ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, എന്തും കണ്ടുപിടിക്കണം, ഫീൽഡും കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, മെത്തേഡ് ഒന്നുകൂടെ ഞാൻ ഒന്ന് പറയാം ബ്രീഫായിട്ട്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ സ്കെയിലാർ ആയതുകൊണ്ട് എല്ലാം ആഡഡ് അപ്പ് ആവുകയാണ് ചെയ്യുന്നത്. പ്ലസും മൈനസും ഉള്ളത് കൊണ്ട് നെറ്റ് എഫക്ട് 0 ആയി. ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട് വെക്കുമ്പോൾ ഈ +5 അവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഈ -5 അവനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സെയിം ഡയറക്ഷൻ ആണ്, ആഡ് ചെയ്യാം, സെയിം ഡയറക്ഷൻ ആണ്, ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്തപ്പോഴാണ് 2kq/r² എന്ന് കിട്ടിയത്. ഫൈൻ. അതുപോലെ ഇങ്ങോട്ടും ഇവനെ റിപ്പൽ ചെയ്യും, ഇവനെ അട്രാക്ട് ചെയ്യും. അഗെയിൻ അവിടെ ഇങ്ങനെ കിട്ടി 2kq/r². ഇനി ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടുമാണ്, റിസൾട്ടന്റ് ഇങ്ങോട്ടാണ് അല്ലെ. റിസൾട്ടന്റ് √a² + b² + 2ab cos θ ആണ്. ആംഗിൾ 90 ഡിഗ്രി ആണ്, cos 90 0 ആണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും മാത്രം എടുത്തത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മള്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു, r കണ്ടുപിടിച്ചു. ഏതാ r? ഈ ഡിസ്റ്റൻസ് r. And the next question is a question from the chapter Capacitance, and the question is on the screen. Find the total capacitance and the total charge on the capacitors. രണ്ട് capacitors ആണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം പാരലൽ ആയിട്ട്, and in series with that another capacitor. ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ട്, 6 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 6 വോൾട്ട്. ഇത് 1 നാനോ ഫാരഡ്, ഇത് 2 നാനോ ഫാരഡ്, and this is 3. ഓക്കെ, അപ്പൊ ഒരു കാര്യം ക്ലിയർ ആണ്, ഈ 1ഉം 2ഉം പാരലൽ ആണ് അല്ലെ. രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ഹൗ ഡു യു ഫൈൻഡ് ദ ഈക്വലന്റ്? പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ഇറ്റ് അപ്പ് അല്ലെ. സോ 1 + 2 ആണ് ഇതിന്റെ ഈക്വലന്റ് എന്ന് വരുന്നത്. അപ്പൊ 3. ഓക്കെ, അപ്പൊ ഇത് മാറ്റി ഇവിടെ 3 വന്നു. ആ 3ഉം 3ഉം എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. രണ്ട് കപ്പാസിറ്റർ സീരീസ് ആണെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ? ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പൊ ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ് സീരീസ് എങ്കിൽ C/n എന്നാണ് കണ്ടീഷൻ. n is the number of capacitors in series. C എത്രയാണ്? C is actually എത്രയായിരുന്നു? 3. 3/2 that is equal to 1.5. അപ്പൊ നമുക്ക് ഈക്വലന്റ് കപ്പാസിറ്റൻസ് കിട്ടി. അപ്പൊ ഒന്നാമത് കണ്ടുപിടിക്കുന്നത് അതായിരുന്നു, ഈക്വലന്റ് കപ്പാസിറ്റൻസ് അല്ലെ. 1.5 ആൻസർ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. You have to find what is the charge also. Q is equal to CV ആണ് നമുക്കറിയാം. C എത്രയാണ്? 1.5. V എത്രയാ? 6. So 1.5 into 6, what is that? എത്ര വരും? Yes, look at the option and tell me the answer. It is option A. This is 9 nanocoulomb which is coming. 9 nanocoulomb ആണ് വരുന്നത്, which means the answer is option A. Clear? എളുപ്പമല്ലേ? Okay. അടുത്ത question. A circuit is made using R1, R2, R3 and R4 and a battery as shown in the following figure. Find the equivalent resistance of the given circuit and the current passing through R3. Equivalent resistance and the current passing through R3 ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. I'm drawing the figure on the board right now. ഫിഗർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓൾമോസ്റ്റ് ഒരു സ്കെച്ച് വരച്ചു. ഓക്കെ, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇത് 0.5 ആണ്, ഇതും 0.5 ആണ്. And this is 1 ohm and this is 1 ohm. ഇത് 27 volt. Okay, right? അപ്പൊ എങ്ങനെ ചെയ്യും നോക്കിക്കേ. ഇത് 0.5, ഇത് 0.5. ഇത് രണ്ടും end to end കണക്ഷൻ ആണ്, ഇടയിൽ വേറെ ഒന്നും വരുന്നില്ല. which means ഇത് രണ്ടും എന്താണ്? സീരീസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ 0.5ഉം 0.5ഉം സീരീസ് ആണ്. 0.5ഉം 0.5ഉം സീരീസ് എന്ന് പറയുമ്പോൾ what do you get? This will be equal. ഒറ്റ റെസിസ്റ്റർ ആവും അല്ലെ, 1 ohm. ഇനി നോക്കിക്കേ, 1 ohm, 1 ohm, 1 ohm. മൂന്ന് പേരും ഇൻ പാരലൽ ആണ്. അപ്പൊ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ, വാട്ട് ഇസ് ദാറ്റ്? RP. ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ R/n. എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലെ. ഓൾ ആർ ഇൻ പാരലൽ, വിച്ച് മീൻസ് ഇത് മൊത്തം റീപ്ലേസ് ചെയ്ത് നമുക്ക് ഒറ്റ റെസിസ്റ്റർ വെച്ച് വരയ്ക്കാം. ആൻഡ് ദാറ്റ് ഈക്വലൻസി വിൽ ബി 1/3. അപ്പൊ ഈക്വൽ റെസിസ്റ്റൻസ് കിട്ടി 1/3. കണ്ടുപിടിക്കേണ്ടത് എന്താ? Equivalent resistance and the current passing through R3. ഏതാ R3? ഇതല്ലേ R3 അല്ലെ. അപ്പൊ നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് ഓരോ റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓരോ റെസിസ്റ്ററിന് അക്രോസും വരുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പൊ ഈ R3 അക്രോസ് ഉള്ള വോൾട്ടേജും ഇവന് അക്രോസ് ഉള്ള വോൾട്ടേജും ഇവർക്ക് അക്രോസ് ഉള്ള വോൾട്ടേജും എല്ലാം 27 തന്നെയാണ്. റൈറ്റ്? ബിക്കോസ് നോക്കിക്കേ, പാരലൽ കണക്ഷൻ ആണ്. ഈ വയർ ഇങ്ങനെ സ്ക്വയർ ആയിട്ടിരിക്കുന്നതെന്ന് ഓർത്ത് വെറി ചെയ്യണ്ട കേട്ടോ.
So which means we can say that I is equal to V by R, Ohm's law. V 27 by R 1. So 27 ampere will be the answer. Clear? അപ്പോൾ രണ്ടു എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കറന്റ് ഇലക്ട്രിസിറ്റിയുടെയും കപ്പാസിറ്റേഴ്സിന്റെയും ബേസിക് ഐഡിയ യൂസ് ചെയ്യുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. Clear? Okay, let's move on to the next one now. The velocity and acceleration of a particle performing simple harmonic motion have steady phase relationship. The acceleration shows a phase lead or the velocity in radians of. Okay. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറയാം. Displacement, velocity, acceleration. Displacement and velocity തമ്മിൽ there is a phase difference of pi by 2. Velocity and acceleration തമ്മിൽ there will be a phase difference of pi by 2. And displacement and acceleration തമ്മിൽ there will be a phase difference of pi. Okay. നമ്മൾ അതിന്റെ ഇക്വേഷൻസ് എഴുതുമ്പോൾ y is equal to a sin omega t, v is equal to a omega cos omega t എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി തമ്മിൽ പൈ ബൈ 2, വെലോസിറ്റിയും ആക്സിലറേഷൻ തമ്മിലോ പൈ ബൈ 2, ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷൻ തമ്മിൽ എന്താണ്, പൈ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡീസലറേഷൻ required for a body moving at a speed 10 meter per second to come to a complete halt at a distance of 100 meters. അത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡീസലറേഷന്റെ വാല്യൂ വേണ്ടത് അല്ലെ. സ്പീഡ് അറിയാം, ഇനീഷ്യൽ സ്പീഡ് എത്ര 10 ആണ്, അപ്പൊ u 10 ആണ്. ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഹോൾട്ടിലല്ലേ വന്നേ. ഡിസ്റ്റൻസ് 100 ആണ്. അപ്പൊ നമുക്ക് ഏത് യൂസ് ചെയ്യാം, v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as യൂസ് ചെയ്യാം. അപ്പോ v സ്ക്വയർ 0 പോട്ടെ, അപ്പൊ മൈനസ് u സ്ക്വയർ മൈനസ് 10 സ്ക്വയർ is equal to 2 into a into 100. So that will be equal to minus 100, which is equal to 200. So a is equal to minus 0.5 meter per second square. Okay. Now acceleration എന്ന് പറയുന്നത് minus 0.5 meter per second square ആണ്. And what is the option? Option D. Okay. അപ്പൊ ഈ 2 ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ, ആൻസർ മാർക്ക് പോകും. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. And the next question is there on the screen for you. A boat is moving from east bank to the west bank on a south flowing river. If the speed of the boat is 4 km per hour and that of the river is 3 km per hour, the width of the river is 2 km. The distance traveled by the boat is. Our width അറിയാം, എത്രയാ, 2 km. ബോട്ട് പോകുന്നത് റിവർ ഒഴുകുന്നത് സൗത്തിലേക്കാണ്, ബോട്ട് പോകുന്നത് ഈസ്റ്റ് വെസ്റ്റ് ആണ്. അതായത് ബോട്ട് ഇങ്ങനെ നേരെ പോകുന്നത്. ഓക്കെ, ബോട്ട് ഇങ്ങനെ നേരെയാണ് പോകുന്നത്. സോ ദിസ് ഇസ് മൈ വി എന്താണ്, മറ്റേ ബോർഡ് റിവർ പ്രോബ്ലം പഠിപ്പിച്ച് വീഡിയോ കണ്ടിരുന്നോ? കാണാത്തവര് കാണുക കേട്ടോ, അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വി പറയൂ, വി ബി ആർ. ഓക്കെ, അപ്പൊ അത് കാണാത്തവർ കാണുക. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഞാൻ അത് പറഞ്ഞിരുന്നു, പരീക്ഷയ്ക്ക് എപ്പോഴും പ്രതീക്ഷിക്കാണ്. അപ്പൊ വി ബി ആർ ആണ് വരുന്നത് അല്ലെ. അപ്പൊ റിവറിന്റെ വെലോസിറ്റി എന്താണ്, വി ആർ ജി ആണല്ലോ. അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പോൾ റിവറിന്റെ ഫ്ലോ കാരണം നമുക്ക് ആക്ച്വലി ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. We will be moving in something like this. അപ്പൊ this is my VBG. Right? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. VBR, VBG, VRG. Right? അപ്പൊ നമുക്ക് VRG തന്നിട്ടുണ്ടാവില്ല. VRG എത്രയാണ്? റിവറിന്റേത് 3 km per hour, ബോട്ടിന്റേത് 4 km per hour. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തീറ്റ കണ്ടുപിടിക്കാലോ. Tan theta എടുത്തേ, opposite side by adjacent side 3 by 4, which means theta is 37 degree. Okay, ഈ വിഡ്ത് അറിയാം 2 km ആണെന്ന്. അപ്പൊ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ്. ബിക്കോസ് ബോട്ട് നേരെയല്ല പോകുന്നത്, ബോട്ട് ചെരിഞ്ഞാ പോകാൻ പോകുന്നത്. ബിക്കോസ് ദ റിവർ ഇസ് പുഷിംഗ് ഇറ്റ് ഡൗൺ സ്ട്രീം. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഹൈപ്പോന്യൂസ് ആണ്. തീറ്റ അറിയാം, എങ്ങനെ കണ്ടുപിടിക്കും? We can again take cos theta എടുത്താൽ മതി. Cos theta will be equal to 2 divided by the distance. Cos theta, cos 37 എത്ര വരും? Cos 37 is 4 by 5, which is equal to 2 by d. So d will be equal to 10 by 4 or 5 by 2, or which is 2 by 5 kilometers. Answer എന്താണ് അപ്പോൾ വരുന്നത്? 2 by 5 kilometers ആണ്, and that is option D for you. Clear? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഇന്ന് റിലേറ്റീവ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ ചെയ്തു, ബോർഡ് റിവർ പ്രോബ്ലം ചെയ്തു, ലോസ് ഓഫ് മോഷന്റെ കൺസെപ്റ്റ് ചെയ്തു അല്ലെ. അതുപോലെ ഇമ്പൾസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്തു.
ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ, കറന്റ് ഇലക്ട്രിസിറ്റിയുടെ, അങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഈ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി വേണം മുന്നിലേക്ക് പോവാൻ, ബിക്കോസ് ഈ കൺസെപ്റ്റ്സ് ഇനിയും പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ടു കമന്റ് ബിലോ ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദാറ്റ്, താങ്ക് യു.